നെന്മാറ മണ്ഡലത്തിലെ മുതലപട സ്കൂള്, അതുപോലെ കൊടുവായൂർ സ്കൂള്, നെന്മാറയിലെ 2 സ്കൂള്, തിരുവഴിയാട് ഒരു ഗവൺമെന്റ് സ്കൂളുണ്ട്. അത് ഇങ്ങനെ സർക്കാർ സ്കൂളുകളെല്ലാം അതിഗംഭീരമാക്കി. സർക്കാർ സ്കൂളുകൾ അതിഗംഭീരമാക്കിയാൽ ആർക്കാ ഗുണം? അവിടെ ആരില്ല, സാധാരണക്കാർക്ക്. സാധാരണക്കാരുടെ മക്കള് നാട്ടുപുറത്തെ സാധാരണ സ്കൂളിൽ പഠിക്കുമ്പോൾ സമ്പന്നരായിട്ടുള്ള ആളുകളുടെ മക്കൾ കോട്ടും സൂട്ടും ബൂട്ടും ഇട്ടിട്ട് അൺഎയ്ഡഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് പോകുമായിരുന്നു. നമുക്ക് വിഷമമുണ്ടായിരുന്നു, നമ്മുടെ നാട്ടിലെ ആളുകൾക്ക്, കുട്ടികൾക്ക് പ്രത്യേകിച്ച് വിഷമമുണ്ടായിരുന്നു. ഇപ്പോ ഈ അൺഎയ്ഡഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളെക്കാൾ മികച്ച നിലയിലാണ് കേരളത്തിലെ സർക്കാർ സ്കൂളുകൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് എല്ലാ രക്ഷിതാക്കളും, കേരളത്തിലെ എല്ലാ രക്ഷിതാക്കളും അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് മക്കളെ പഠിപ്പിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. സ്കൂളുകളിൽ കഞ്ഞിയല്ല, കഞ്ഞി മോശമാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. ഞാൻ രാവിലെ കഞ്ഞി കുടിക്കുന്ന ആളാണ്, രാത്രിയും ചിലപ്പോൾ കഞ്ഞി കുടിക്കുന്ന ആളാണ്. പക്ഷേ കഞ്ഞി മാറിയിട്ട് നല്ല വിഭവസമൃദ്ധമായ സദ്യയാണ് കുട്ടികൾ കൊടുക്കുന്നത്. കുട്ടികൾക്ക് യൂണിഫോം കൊടുക്കുന്നത്. പണ്ടൊരു ഗവൺമെന്റ്, പണ്ടല്ല 10 കൊല്ലം മുമ്പ് കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഉണ്ടായിരുന്നു. ആ ഗവൺമെന്റ് അധികാരത്തിലിരിക്കുമ്പോൾ ഞാൻ നിയമസഭയിലുണ്ട്. അന്ന് ഈ ക്ലാസ് തുടങ്ങിയിട്ട് ഓണക്കാലത്ത് പരീക്ഷ നടക്കുമല്ലോ, ഓണപ്പരീക്ഷ. അപ്പോഴും കുട്ടികൾക്ക് പാഠപുസ്തകം കിട്ടിയില്ല. അപ്പൊ നിയമസഭയിൽ ഞങ്ങൾ പ്രതിപക്ഷ MLA ചോദിച്ചു, എന്താണ് മന്ത്രി പുസ്തകം കൊടുക്കാത്തത്? അപ്പൊ മന്ത്രിയുടെ മറുപടിയാണ് രസകരമായ മറുപടി. മന്ത്രി മറുപടി പറഞ്ഞത്, ഓണം നേരത്തെ വന്നു, അതുകൊണ്ട് പുസ്തകം കൊടുക്കാൻ പറ്റിയില്ല. അതെങ്ങനെ ഓണം നേരത്തെ വരിക? ചിങ്ങമാസത്തിലല്ലേ ഓണം വരിക? ഇങ്ങനെ വിഡ്ഢിത്തരമാണ് കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിലിരിക്കുമ്പോൾ നിലവിലുണ്ടായിരുന്നത്. ഇപ്പൊ എന്താ സ്ഥിതി? 31-ാം തീയതിയാണ് സ്കൂൾ അടയ്ക്കുന്നത്. 31-ാം തീയതി പറഞ്ഞാൽ ഇനി 7 ദിവസമുണ്ട്. ജൂൺ മാസമാണ് ക്ലാസ് തുടങ്ങുന്നത്. ഏപ്രിൽ, മെയ്, ജൂൺ 2 മാസമുണ്ട്. ജൂൺ മാസം തുടങ്ങാൻ പോകുന്ന ക്ലാസ് മുറികളിൽ ഇരുന്ന് പഠിക്കുന്ന കുട്ടികൾക്ക് ആവശ്യമായ പുസ്തകം മുഴുവൻ കൊടുക്കാൻ എല്ലാ ഏർപ്പാടായി. സ്കൂളുകളിൽ പുസ്തകമെത്തി. ഇതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് എന്ന് പറയുന്നത്. UDF ഭരിക്കുമ്പോൾ ഓളം നേരത്തെ വന്നുകൊണ്ട് പുസ്തകം കൊടുക്കാൻ പറ്റിയില്ല എന്ന് പറയുന്നതിന് പകരം ഇപ്പൊ മുൻകൂട്ടി പുസ്തകം കൊടുക്കുകയാണ്. അപ്പൊ പ്രതിപക്ഷ നേതാവ് എന്താ പറയുന്നത്? കുട്ടികൾ പാസ്സായിട്ട് വേണ്ടേ പുസ്തകം കൊടുക്കാൻ? പൊട്ടന്മാർ ഒരുപാട് കണ്ടിട്ട്, ഈ ജാതി പൊട്ടന്മാരെ നമ്മൾ കണ്ടിട്ടില്ല. കുട്ടികൾ ആരെങ്കിലും തോൽക്കുന്നുണ്ടോ നമ്മുടെ നാട്ടില്? ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ തോൽക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലായിരുന്നു. ഞാൻ ആ കാര്യത്തിൽ ഭാഗ്യവാനാണ്. 5ാം ക്ലാസ് പോയി ചേർന്ന ആ കൊല്ലാണ് ഹോൾ പ്രൊമോഷൻ വന്നത്. പിന്നെ ഞാൻ തോറ്റിട്ടില്ല. ഹോൾ പ്രൊമോഷൻ ആയപ്പോ പിന്നെ പഠിക്കണ്ടായി, അത് വേറെ. പക്ഷേ എല്ലാ കുട്ടികളും ജയിക്കില്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ജയിക്കുന്നത് മാർക്ക് കൊടുത്തിട്ടാണെന്നാണ് ഇപ്പൊ പറയണത്. അല്ല, കുട്ടികൾ നന്നായി പഠിക്കുന്നുണ്ട്. പഴയ കാലത്തെ പോലെയല്ല. അഖിലേന്ത്യാ മത്സര പരീക്ഷകളിൽ മലയാളി വിദ്യാർത്ഥികളാണ് പല കാര്യങ്ങളിലും 1ാം സ്ഥാനത്തെത്തുന്നത്. ഇതുപോലെ നിരവധി കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മുടെ നാട്ടുപുറത്തെ കുട്ടികൾ, മിടുമിടുക്കന്മാരായി പഠിക്കുന്ന കുട്ടികൾക്ക് എല്ലാ അവസരമുണ്ട്. കേരളത്തിൽ നന്നായി പഠിക്കുന്ന കുട്ടി SLC പാസ്സായാൽ പിന്നെ +2 പരീക്ഷ എഴുതി പാസ്സായാൽ എൻട്രൻസ് പരീക്ഷ അവന്റെ ഒരു പരീക്ഷയുണ്ട്. മെഡിക്കൽ കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജ്, ലോ കോളേജ്, പ്രൊഫഷണൽ കോഴ്സുകൾക്കുള്ള എൻട്രൻസ് പരീക്ഷയിൽ 1ാം നമ്പറായിട്ട് വന്നാൽ, റാങ്ക് ലിസ്റ്റിൽ നമ്പർ 1 ആയിട്ട് വന്നാൽ, ആ വരുന്ന കുട്ടി സുരേഷ് കർഷക തൊഴിലാളി കൃഷ്ണന്റെ മകനാണെങ്കിലും കളക്ടറിന്റെ മകനാണെങ്കിലും ഒരേപോലെ അഡ്മിഷൻ കിട്ടും. കളക്ടറിന്റെ മകന് മാർക്ക് കൊടുക്കുകയാണെങ്കിൽ അഡ്മിഷൻ കൊടുക്കാൻ പറ്റൂല. നമ്മുടെ നാട്ടിന്റെ പ്രത്യേകത ഏതാ? തമിഴ്നാട്ടിൽ അങ്ങനെയല്ല. ഇപ്പൊ ജെന്റിൽമാൻ എന്ന് പറഞ്ഞ കുറെ കാലം മുമ്പ് ഒരു സിനിമ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടോന്ന് എനിക്കറിയില്ല. ഒട്ടകത്തെ കെട്ടിയിട്ട് ഓടിക്കോ എന്നൊക്കെ പറഞ്ഞ് പാടുക. അതിഗംഭീരമായ പാട്ടാ. അതിന്റെ പ്രമേയം എന്താ അറിയാം? ഒരു മനുഷ്യൻ, അയാളുടെ അനിയൻ നന്നായി പഠിക്കുന്ന കുട്ടിയാ. അവനിതുപോലെ പഠനം കഴിഞ്ഞിട്ട് എൻട്രൻസ് പരീക്ഷ ചെയ്ത് റാങ്ക് ലിസ്റ്റിൽ നമ്പർ 1 വന്നു. മെഡിക്കൽ കോളേജിൽ ചേരാൻ വേണ്ടി പോയപ്പോ 50 ലക്ഷം രൂപ. ആ സിനിമയാണ് ഞാൻ പറയണേ. അത് കണ്ട് മനസ്സ് വിഷമിച്ചിട്ട് ആ കുട്ടിയുടെ സഹോദരൻ ആ നാട്ടിലെ വലിയ കള്ളന്മാരായ കൊള്ളക്കാരായ പണക്കാരുടെ പണം അടിച്ചെടുക്കുകയാണ്. എന്നിട്ട് മെഡിക്കൽ കോളേജ് ഉണ്ടാക്കുക. എന്തിന്? സാധാരണക്കാരുടെ മക്കൾക്ക് പഠിക്കാൻ. അങ്ങനെ ഉണ്ടോ കേരളത്തിൽ? കേരളത്തിൽ അങ്ങനെ ഇല്ല. അതാണ് നമ്മുടെ നാടിന്റെ സവിശേഷത. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെ കൊച്ചുകുട്ടികളെ സംരക്ഷിക്കുന്ന അംഗനവാടി, സ്കൂൾ കുട്ടികളെ സംരക്ഷിക്കുന്നത് പോലെ തന്നെ നമ്മുടെ നാട്ടിൽ പഠനം കഴിഞ്ഞ് ജോലി അന്വേഷിക്കുന്ന കുട്ടികൾക്ക് 1000 രൂപ കൊടുക്കുകയാണ്.
ക്ഷേമ പെൻഷൻ 2000 കിട്ടില്ല. എവിടെയുള്ളവർക്ക് പെൻഷൻ വാങ്ങിക്കണ അമ്മമാരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. പെൻഷൻ കിട്ടുന്നില്ലേ? 2000 രൂപ പ്രായമായ ആളുകൾ. വീട്ടിലിരിക്കുന്ന അമ്മമാർക്ക് 30 വയസ്സിന് 60 വയസ്സിനും ഇടയിലുള്ള അമ്മമാർക്ക് വീട്ടുജോലി ചെയ്യുന്നതിന് 1000 രൂപ. ഇതുപോലെ എവിടെയെങ്കിലും ഉണ്ടോ? അതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്. അഭ്യസ്തവിദ്യരായ ജോലി അന്വേഷിക്കുന്ന ചെറുപ്പക്കാർക്ക് മാസം 1000 രൂപ. ഇങ്ങനെ എല്ലാ വിഭാഗം ആളുകളെയും സഹായിക്കുന്ന സർക്കാരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്. ആ ഗവൺമെന്റ് തുടരണ്ടേ? ഏത് കാര്യത്തിലാണ് നമുക്കൊരു മുടക്കത്തെ ലൈറ്റ്? നമ്മുടെ നാട്ടിൽ അതിന് മുമ്പ് ഇങ്ങനെ ഉണ്ടായിരുന്നു. നമ്മൾ യോഗ നടത്താൻ മണ്ണെണ്ണ വിളക്ക് വെച്ചിട്ടാ. ഇപ്പോ അടിപൊളി ലൈറ്റ്, അതിന് മുമ്പിൽ ചെയർ മറ്റേ കുന്തിച്ചിരുന്നിട്ട് കേൾക്കും ആളുകൾ. അപ്പൊ നാട്ടിൽ വലിയ മാറ്റം വന്നു. വീടില്ലാത്ത ആളുകൾ കേരളത്തിൽ വളരെ കുറവാണ്. ഏതാണ്ട് എല്ലാ ആളുകൾക്കും വീടായി. ഇനി വീടില്ലാത്ത പാവപ്പെട്ട ആളുകൾക്ക് വീട് കൊടുക്കുന്നതിനാണ് ലൈഫ് ഭവന പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നത്. ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത സഹായങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ കേരളത്തിലെ പ്രതിപക്ഷം എന്താണ്? പ്രതിപക്ഷം പറയണത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇതെല്ലാം നിർത്തും. ഇപ്പോ മറ്റൊരു സംഭവം കൂടി ഉണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. 2025 നവംബർ മാസം 1-ാം തീയതി, അതായത് പോയ വർഷം നവംബർ മാസം 1-ാം തീയതി, നവംബർ 1-ന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഐക്യ കേരളം നമ്മുടെ സംസ്ഥാന രൂപം കൊണ്ട ദിവസമാണ്. 56 നവംബർ 1. ഈ 2025 നവംബർ 1-ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു പ്രഖ്യാപനം നടത്തി. എന്തായിരുന്നു പ്രഖ്യാപനം? അതിദരിദ്രരില്ലാത്ത സംസ്ഥാനം. എന്താ അർത്ഥം? അതിദരിദ്രരില്ലാത്ത സംസ്ഥാനം എന്ന് പറഞ്ഞാൽ പട്ടിണി ഇല്ല എന്നാണ്. ഇവിടെ എന്റെ മുമ്പിലിരിക്കുന്ന അമ്മമാര് കുട്ടിക്കാലത്ത് നല്ലോണം പട്ടിണി കിടന്നിട്ടുണ്ടാവും. ഇന്നത്തെ തലമുറയിലെ ആളുകൾക്ക് പട്ടിണി എന്താന്ന് തന്നെ അറിയില്ല. ഇനി പട്ടിണി അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ യോഗം കഴിഞ്ഞിട്ട് പോയിട്ട് വീട്ടിൽ പോയിട്ട് ഒന്നും കഴിക്കാതെ രാത്രി കിടന്നാൽ മനസ്സിലാവും പട്ടിണി എന്താണ്. അങ്ങനെ പട്ടിണി ക്ലാസ് എടുത്തു കൊടുക്കേണ്ടതോ, ക്ലാസ് എടുത്തു കൊടുത്ത് മനസ്സിലാക്കേണ്ടതോ, അല്ലെങ്കിൽ സ്വയം ഭക്ഷണം കഴിക്കാതിരുന്ന് മനസ്സിലാക്കേണ്ട അവസ്ഥയിലേക്ക് കേരളം എത്തി. ലോകത്ത് ഈ കേരളം ഉണ്ടാക്കിയ അത്ഭുതങ്ങളിൽ ഒന്നാണ് പട്ടിണി ഇല്ലാതാക്കിയെന്ന്. ഇനി കേരളത്തെ ലോകത്തെ വികാസം പ്രാപിച്ച രാജ്യങ്ങളോടൊപ്പം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ചെയ്യുന്നത്. എന്നാൽ UDF എന്താ പറയണത്? ഞങ്ങൾ ഇതിനെല്ലാം എതിർക്കും. പട്ടിണി ഇല്ലാതായിരുന്നു, റോഡ് കൊണ്ടുവന്ന അതിന് എതിർക്കും. സമീപനമല്ലേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ചെയ്തത്? ഇപ്പൊ നമ്മുടെ നാട്ടിലെ UDF സ്ഥാനാർത്ഥി നമ്മുടെ വീടുകളിൽ വോട്ട് ചോദിച്ചു വരും. ഒറ്റ ചോദ്യം നിങ്ങൾ ചോദിക്കണം. ആ വയനാട്ടിൽ ജീവൻ നഷ്ടപ്പെട്ട പാവപ്പെട്ട മനുഷ്യരുടെ പേര് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ കൊല്ലംകോട് പഞ്ചായത്തില് ഒരു ദുരന്തം ഉണ്ടായിട്ട് ആളുകൾ മരിച്ചു എന്ന് പറഞ്ഞാൽ ആ മരണപ്പെട്ട ആളുകളുടെ പേരിൽ പണം പിരിച്ചാൽ അവർക്ക് കൊടുക്കണ്ടേ? അതല്ലേ ന്യായം? അല്ലേ? ന്യായമല്ലേ? വയനാട് മുണ്ടക്കൈ ചൂരൽമലയിൽ മരണമടഞ്ഞ കുടുംബങ്ങൾക്ക് വേണ്ടി വീടുണ്ടാക്കാൻ വേണ്ടി പിരിച്ച പൈസ കോൺഗ്രസ് എന്ത് ചെയ്തു? നമ്മുടെ വീടുകളിൽ കോൺഗ്രസിന് വോട്ട് ചോദിച്ചു വരുന്ന ആളുകളോട് അങ്ങോട്ട് ചോദിക്കണം. അപ്പൊ പറയുമവര് എത്ര പൈസ പിരിച്ചു അറിയില്ല. ഈ പണം പിരിച്ച പൈസ എന്ത് ചെയ്തു അതും അറിയില്ല. ഇങ്ങനെയുണ്ടോ? ഈ കേരളത്തിൽ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന നാട്ടിലെ എല്ലാ രാഷ്ട്രീയ കാര്യങ്ങളും അറിയുന്ന വിദ്യാഭ്യാസമുള്ള കേരളത്തിൽ ഇങ്ങനെ കൊടും ക്രൂരത, മരിച്ചുപോയ മനുഷ്യരുടെ, അപകടത്തിൽപ്പെട്ട് മരിച്ചുപോയ മനുഷ്യരുടെ പേരിൽ കൊള്ള നടത്തുന്ന കൊള്ള സംഘമായി കേരളത്തിലെ കോൺഗ്രസ് മാറി. പല്ലശ്ശേരിയിൽ ഒരു കുട്ടിക്ക് ചികിത്സാ പിഴവില് കൈമുറിഞ്ഞു, അവിടെ കൈകൊണ്ട് കൊടുത്തു, നല്ല കാര്യം. പക്ഷെ ഈ ഗവൺമെന്റ് തുടരണം, എന്നാലേ നാട്ടിലെ ജനങ്ങൾക്ക് രക്ഷയുള്ളൂ. ഇപ്പൊ കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായ ആളുകൾ വരെ എല്ലാ വിഭാഗം ജനങ്ങൾക്ക് സഹായം ചെയ്തു കൊടുക്കുന്ന ഗവൺമെന്റാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്. അങ്കനവാടിയിലെ കുട്ടികൾക്ക് ബിരിയാണി കൊടുക്കും. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ അത്? കേരളത്തിലെ മന്ത്രിനെ വീണ ജോർജിന് പത്തനംതിട്ട ജില്ലയാണോ എറണാകുളം ജില്ലയാണോ എന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. അങ്കനവാടിയിലെ ഒരു കുട്ടീനെ വിളിച്ചിട്ട് എനിക്ക് ബിർണാണി വേണമെന്ന് പറഞ്ഞു. ബിർണാണി വേണമെന്ന് പറഞ്ഞപ്പോൾ മന്ത്രി ഓർഡർ ഇട്ട് ബിരിയാണി കൊടുക്കാം. ഇനി ഇതിൽ കൂടുതൽ എന്താ ചെയ്യുക? കൊച്ചുകുട്ടികൾക്ക്, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ, സ്കൂളിൽ പോകുന്ന കുട്ടികളല്ല. കേരളത്തിലെ സ്കൂളുകൾ എന്ന് പറയണത്, മുതലവട സ്കൂള് 10-20 കൊല്ലം മുമ്പ് ഞാൻ പോയിട്ടുണ്ട്. അവിടെ 20 കൊല്ലമല്ല, 10-40 കൊല്ലം മുമ്പ് ഞാൻ അവിടെ പോയിട്ടുണ്ട്. അതിന് ചുറ്റും അതിലില്ല. അവിടെ കന്നുകാലികൾ ഉണ്ടാവും. പിന്നെ അങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയായിരുന്നു.
ഇപ്പൊ മുതലവട സ്കൂൾ ഉൾപ്പെടെയുള്ള കേരളത്തിലെ സർക്കാർ സ്കൂളുകൾ എന്ന് പറയുന്നത് നമ്മളൊക്കെ സ്വപ്നം കാണുന്നതിന് അപ്പുറമാണ്. എയർ കണ്ടീഷൻ ക്ലാസ് മുറി എങ്ങനെ ഉണ്ടാവും? എയർ കണ്ടീഷൻ ഫാനൊക്കെ സർവ്വസാധാരണമായി. എയർ കണ്ടീഷൻ ക്ലാസ് മുറി, അവിടെ കമ്പ്യൂട്ടറിൽ ഇരുന്ന് പഠിക്കുക. ആധുനിക സാങ്കേതിക വിദ്യയുടെ ആർട്ടിഫിഷ്യൽ ശേഷമുള്ള ഈ 26 വരെ എത്തി നിൽക്കുന്ന കേരളവും തമ്മിലുള്ള അന്തരം മനസ്സിലാക്കുക. എന്താണ് ആ വ്യത്യാസം? 2014 സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലെത്തിയപ്പോൾ കേരളത്തിൽ എല്ലാ മേഖലകളിലും സ്തംഭിച്ചു കിടക്കുകയായിരുന്നു. എല്ലാ മേഖല, സകല മേഖലകളിലും